ഇവിടെ അങ്ങ് നിർത്തിക്കും. നന്നായി വരട്ടെ. ഒരു 130 റുപ്യ. എന്തോ 130 റുപ്യ? കാശായിട്ട് വേണോ അനുഗ്രഹമായിട്ട് വേണോ? അനുഗ്രഹമായിട്ട് വേണ്ട, കാശായിട്ട് മതി. കാശാകുമ്പോ പെട്ടെന്ന് തീർന്നു പോകും. അനുഗ്രഹം ആകുമ്പോ ഉടനെ ഇങ്ങനെ കാലാകാലം വരെ കിടന്നോളൂ. അനുഗ്രഹം ഒരുപാട് കിട്ടിയ മനുഷ്യൻ. എനിക്കിപ്പോ കാശിനാ ബുദ്ധിമുട്ട്. ആ കാശായിട്ട് തരും. അങ്ങനെയാണെങ്കിൽ ഒരു ഇച്ചിരി താമസമുണ്ട്. ആയിക്കോട്ടെ. ശിവരാമോ, എന്റെ പെങ്ങളെ മോനാണ്. അവൻ കുറെ കാലമായിട്ട് ഇവിടെയാ. അതുകൊണ്ടാ ഞാൻ തിരക്കി വന്ന. അതുകൊണ്ട് അനുഗ്രഹം വേണ്ടയ്ക്ക് വേണ്ട. ഒരു അനുഗ്രഹത്തിന്റെ വിലയല്ല. കെട്ടിയെടുത്താണ് പഠിച്ചോളും. വേണ്ട ഇത് എങ്ങോട്ട് കുത്തിക്കേറി പോവാ? ഇത് എന്തിനുള്ള പുറപ്പാടാ? 5000 രൂപ. 5000 രൂപ അല്ലാതെ എന്ത് കാര്യത്തിന്? എന്തിനാ ഈ അലഞ്ഞിരിഞ്ഞ് നടക്കണം? എനിക്ക് ഒരാവശ്യമില്ല പൈസക്ക്. ഈ ഓട്ടോക്കാരന് പൈസ കൊടുക്കണം. 1000 രൂപ. ഹരിദ്വാറിന്ന് ഓട്ടോക്കാരൻ ഇങ്ങോട്ട് വന്നത്. 5000 ഓട്ടോ കാശ് ഞാൻ കൊടുത്തോളാം. 5000 കുണുവാ. എത്ര ചേട്ടാ? 130 അല്ലേ? 150 പിടിച്ചോ. പോവല്ലേ, ഒരാൾ ചിലപ്പോ റിട്ടേൺ വരാണ്ടാവും. 5000 രൂപ മേടിച്ചിട്ടേ ഉള്ളു കാര്യമുള്ളൂ. അവിടെ തന്നെ കൊണ്ട് തട്ടിക്കും. നന്നായി വരട്ടെ. ഹരിദ്വാരിൽ നിന്ന് കൊണ്ടുവന്നാ പ്രസാദം ഇരിപ്പുണ്ട്. എടുക്കട്ടെ? പ്രസാദല്ല, പ്രസാദം. എടുക്കാം. എന്താ കിടന്ന് കൊഴ? എന്റെ പെങ്ങളെ ഇറക്കടാ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ തിരക്കോടാ നീ. എന്തിനാ പെമ്പിള്ളേരായിട്ട് ഇവിടെ? ഇത് ഹോസ്റ്റലാണ്. ഏത് ഹോട്ടൽ? ഹോട്ടലാണെങ്കിൽ ഇവിടെ ബോർഡ് വേണ്ടേ? ഹോട്ടലല്ല, പിള്ളേര് പഠിക്കുന്നവർ താമസിക്കുന്ന ഹോസ്റ്റൽ. ഞാൻ ഇവിടുത്തെ കെയർ ടേക്കറാ. ഞാൻ ഒന്ന് കയറട്ടെ. അവിടെ നിന്നെ അങ്ങനെ കയറാൻ പറ്റില്ല. ഇവിടെ പെണ്ണുങ്ങൾക്ക് മാത്രം താമസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നീയാണല്ലേ? അത് നിനക്ക് താമസിക്കാവോ? ഞാൻ എന്തെങ്കിലും പറയുമ്പോ അതിന്റെ ഇടയ്ക്ക് ഉണ്ടാക്കണം. എന്തിനാ ഇത് ഹോസ്റ്റൽ? ഇവിടെ പറ്റില്ല. എനിക്കിത് ഹോസ്റ്റലായിരിക്കും. എനിക്കിത് ആശ്രമം. പരിപാടിക്ക് എല്ലാവരും എന്നെ പിന്നാലെ പോലെ പോറ്റേക്കട. നേരെ തരായിട്ട് പോട്ടെ. അത് ശരി. ഞാൻ പുറത്തായ ഈ കിളവനെ ഇവിടെ നിർത്തിയ എന്റെ കഞ്ഞൂടി മുട്ടും. എന്താണ് രാവിലെ തന്നെ കിണിച്ചോണ്ട്? പറയാം. നമ്മുടെ സൂഫിയ ബോധം കെട്ട് വീണു. ഒരാൾ ബോധം കെട്ടുമ്പോ കിടന്ന് ചിരിക്കാനാണോ വേണ്ടേ? അതല്ല, പിന്നെ നമ്മുടെ പട്ടിന് സൂര്യ നമസ്കാരം ചെയ്യണുണ്ട്. സൂര്യ നമസ്കാരം ചെയ്യുന്നുണ്ട്. എന്തിനാ ബോധം കെട്ട് വീണേ? എടി മണ്ടി, ഒരാൾ കോണം എടുത്തോണ്ട് സൂര്യ നമസ്കാരം ചെയ്യണണ്ട, ആരായാലും ബോധം കെട്ട് വീഴും. മാറി നിൽക്ക്, ഞാൻ പോയി നോക്കട്ടെ. എന്ത് കാണാൻ? എടാ അതല്ല, അവള് ബോധം കെട്ട് കിടക്കണ പോയി നോക്കട്ടെ എന്ന്. മാറ്. ബോധം കെടാൻ മാത്രം നീ എന്താ കണ്ടത്? അങ്ങനെ ഇങ്ങനൊന്നും കണ്ടില്ല. പെട്ടെന്നൊരുത്തൻ തുണിയിലാണ്ട് വന്നപ്പം ഞാനൊന്ന് പേടിച്ചു. 4ാം ക്ലാസ്സിൽ തോറ്റ പിന്നെ ആദ്യമായിട്ടാ ഒരു പള്ളിക്കുടത്തി വരും. കോളേജാണ് ബഹുമാനം. എന്റെ അച്ഛന്റെ മുന്നേ പോലെ ഞാൻ കളഞ്ഞിട്ടില്ല. എന്താ അവിടെ ഒരു ചർച്ച എല്ലാരോടും? അതെ, ഞങ്ങളെ കുറച്ച് സീക്രട്ട് സംസാരിക്കും. എന്താ, ഞങ്ങൾ പെൺപിള്ളേർക്ക് ഒന്നും പറ്റത്തില്ലേ? പറ്റും പറ്റും പറ്റും, അതൊക്കെ പറ്റും. എന്തിനും പെൺപിള്ളേർ വേണം മുമ്പിൽ നിൽക്കാൻ. അല്ലേ സാൻഡോ? Who are you? Who are you? You know him? No. He is a leader. Very weak leader of union. കണ്ടോ ഇവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന? കണ്ടോ ഇവൻ സംസാരിക്കുന്ന പോലെ നിങ്ങളുടെ ഏതെങ്കിലും ഓജ സാറന്മാരെ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഞാൻ ഈ കോളേജ് മേടിച്ചാൽ ഈ സാൻഡോ സാറായിരിക്കും നിങ്ങളുടെ പ്രിൻസിപ്പാൾ. അതെ, ഞങ്ങൾക്ക് ഇവിടെയുള്ള സാറുമാർ എന്നെ ധാരാളാ. എടാ ഇതുപോലെ ഇവൻ ഇംഗ്ലീഷ് പറഞ്ഞ കേട്ടിട്ടും ഇവൻ വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? ഞങ്ങൾക്കൊന്നും തോന്നിയില്ല. എന്നാ എനിക്ക് തോന്നി. അത് നിങ്ങൾക്ക് വിവരമില്ലാഞ്ഞിട്ടാ. സാൻഡോ മനസ്സിലായി. അല്ല പിന്നെ എന്റെ കൈയാണ് ഇത്. So many lines. Lucky girl. ഓ അത് തന്നെ. ഇങ്ങോട്ട് നീട്ടി പിടിക്കേ. ഓ പക്ഷെ ഒരു അപകട സാധ്യത കാണുന്നുണ്ടല്ലോ. അതൊരു പക്ഷേ പഴയ ബിൽഡിംഗ് ഇടിഞ്ഞു വീണാവാം. ചിലപ്പോ പഴഞ്ഞ സ്കൂളാവാം. ഇതിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണെന്ന് വരാം. പഴഞ്ഞ സ്കൂളല്ലേ. ഈ സ്കൂൾ എന്റെ കിട്ടിയാൽ ഞാൻ ഈ ഓട് മാറ്റി വാർക്കും. ആ കൈ ഒന്നോടെ തന്നെ. പിന്നെ ഒന്നുകൂടെ പറയാം, ഈ സ്കൂൾ ഞാൻ വാങ്ങിയാ പിന്നെ അന്ന് എന്റെ ശവടൊക്കെ ആയിരിക്കും. You mean funeral? ഫുണറലോ? എന്താ തെറിയാണോ?
ആ മനസ്സിലായില്ല ഇവൻ പറഞ്ഞ ഇംഗ്ലീഷ് നിങ്ങളുടെ സാറുമാർക്ക് മനസ്സിലായില്ല. ഒന്നും അറിയാത്ത സാറുമാരാ. നിന്നോട് പറഞ്ഞാൽ ഈ കോമ്പൗണ്ട് കാലുത്തിരുന്നത്. ആക്ച്വലി സോറി ചേട്ടൻ, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ഓർത്ത് വന്നേ. നിന്റെ ചേട്ടായുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളെ കുട്ടികളെ ഉപദ്രവിക്കേണ്ട, ഇറങ്ങി പോടാ. എനിക്ക് ഈ കുട്ടികളെ പറഞ്ഞിട്ടില്ലേ? ഒരു ദിവസം നീ അതേ ദിവസം ചൊവ്വാഴ്ച ഓ ട്യൂസ്ഡേ. പ്രിൻസിപ്പാലിന്റെ ഒടുക്കത്തൊരു ഇംഗ്ലീഷും അങ്ങോട്ട് തുടങ്ങും. ഞാനും ദുബായ്. അതും കൂടെ കൂട്ടിയാ ഞാൻ തുപ്പിയത്. പോയി കിട്ടി. നീ ആള് കൊള്ളാലോടാ. ബെഞ്ചിന് മുകളിൽ വേണ്ട വേണ്ട വേണ്ട. വേണ്ടേ? എന്തെങ്കിലും എൻ്റെ അടുത്ത് പോയില്ലടാ. ഇന്ന് ഞാൻ ശരിയാക്കി തരാം. അവിടെ നിൽക്കാം. നമ്മുടെ പുതിയ സ്റ്റാഫാട്ടോ. ഓ എന്താ പേര്? ലക്ഷ്മികാന്തൻ. ആ ടീച്ചറുടെ പേരെന്താ? മായ. കണ്ടിട്ട് പാവാന്നാ തോന്നുന്നേ. മനോജിന്റെ ചായക്കടയിലെ താമസം. എന്നിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈ ദൈവ ചൈതന്യത്തെ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ഇട്ട് വിളിക്കാം. അതിൽ ജാതിയില്ല, മതമില്ല, ദേശമില്ല, ഭാഷയില്ല, ഒന്നുമില്ല. ദൈവസന്നിധിയിൽ ഞാൻ അലയുമ്പോഴും എൻ്റെ ഉപബോധ മനസ്സെന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു, ഉൾപ്പെടാഷ, നിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്ന ചാഞ്ചാട്ടമുള്ള മനസ്സുകൾ കേരളത്തിൽ നിന്നെയും കാത്തിരിപ്പുണ്ടെന്ന്. നീ അവരെ പോയി സമാധാനിപ്പിക്കുന്നു. ആ ഒരൊറ്റ കാരണത്താലാണ് ഞാനിവിടെ പറന്നെത്തിയത്. സാമി, എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടോ? എവിടെ? പിന്നെ എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ടോ? മേരീച്ചിൽ നീങ്ങിയിരുന്നേ, സൂഫിങ് നിരങ്ങി വന്നേ. മതസൗഹാർദ്ദമാണ് ഈ ഉൾപ്പലാക്ഷന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. സാമി, എന്റെ തടി എനിക്കൊരു പ്രശ്നമാ. എനിക്കത് വിഷയമല്ല. ഈ തടി ഒന്ന് കുറച്ചു തരോ, പിന്നെ കുറച്ച് കാശും. എന്താ സ്വാമി ചിരിക്കുന്നേ? ഐശ്വര്യ റായ്, ശില്പ ഷെട്ടി, ജൂഹി ചൗള, ഇവരുടെയൊക്കെ തടി കുറച്ച് ആരാ? ആ, സ്വാമി ഉച്ചുലാനന്ദൻ, എന്റെ ഗുരു. അതിന്റെ ഒരു ചെറിയ ഗുണം എനിക്കില്ലായിരിക്കുമോ? മേരിയുടെ തടി ഞാൻ കുറച്ച്. അത് മതി. സ്വാമി, എക്സാമൊക്കെ അടുത്ത് വരാണ്. അപ്പൊ ഞങ്ങളെ കൂടി ഒന്ന് അനുഗ്രഹിച്ചിരുന്നെങ്കിൽ. ആ, സൂഫി അങ്ങ് മാറിയിരി. അൽഫോൺസൊക്കെ നിരങ്ങി വാ. ഒരു 4 ചട്ട വിട്ടേ. ഡിസിഷൻ വേണോ റാങ്ക് വേണോ? ഡിസിഷൻ ആകുമ്പോൾ ചെറിയൊരു കൂലിയല്ലേ നടക്കും. റാങ്ക് ആകുമ്പോഴത്തേക്കും എമൗണ്ട് ഇച്ചിരി കൂടും. ഹോമം തന്നെ നടത്തേണ്ടി വരും. പിന്നെ ഈ ആഴ്ചയുടെ ചെറിയ ഓഫറുണ്ട്. ജസ്റ്റ് പാസിംഗ് ആണെങ്കിൽ 2 ചെത്തിപ്പ് ഇട്ടിട്ട് അങ്ങനെ ചെറിയ ഓഫർ നടത്താം. ഇതെന്താ മഹാമേള? ആ, തോക്കും. നാക്കാളുന്നു, രക്ഷയില്ല. പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ അനുഗ്രഹ, അതായത് ഓരോരുത്തർ സെപ്പറേറ്റ് അനുഗ്രഹിച്ചാൽ ചിലവാകും. ഇങ്ങനെ എല്ലാവരും വീഴ്ച അനുഗ്രഹിച്ചാൽ ചിലവ് കുറയും. അല്ല, തിരക്കില്ല. സാധാരണ 2 ദിവസമോ 3 ദിവസമോ കഴിഞ്ഞ് പറയാച്ചാൽ മതി. ഞാനിവിടെ ഉണ്ടല്ലോ, എത്ര കാലം എന്റെ മരണം വരെ. ഇനി എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് കണ്ണടച്ചേ. കണ്ണടച്ച് പിടിക്കും. നന്നായിട്ട് കണ്ണടച്ച് അങ്ങനെ ദൈവത്തിൽ ധ്യാനിച്ച് എല്ലാവരും ദൈവത്തെ മനസ്സിൽ ആവശ്യമില്ല തള്ളി കയറി വന്നിട്ട് ഞാനൊരു വിധത്തിൽ ഒപ്പിച്ചെടുക്കുമ്പോ ഇനി എല്ലാവരും കണ്ണു ഭസ്മം ഇങ്ങനെ പയ്യെ എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തൂത്തിട്ട് ഇങ്ങനെ പഠിച്ച് ഞെക്കി ഒരനുഗ്രഹം. അതെ, ദേ, ഇങ്ങോട്ട് ദേ, ഇങ്ങനെ അങ്ങ് തേച്ചാ മതി. ആ സാധനം എടുത്ത് ഏത് സാധനം? ആ സാധനം എടുക്കാൻ പോയിക്കടാ. ആ സാധനം എടുത്ത് തരും. അതെ, നിങ്ങള് തനിയെ തേച്ചാ മതി. വന്നേ, സാധനമുണ്ട്. ഏതാ സാധനം? റമ്മാണ് വേണ്ടേ? സോഡ വേണ്ട. എന്നാ വാ. അപ്പൊ നമുക്ക് രാവിലെ ഇനി ദീപാരാധനയ്ക്ക് അറിയോ? അതെ, ഒന്ന് നിന്നേ. ഇതെന്താ അമ്പലാക്കാൻ പോവാ? ആയല്ലോ. ബാ, തിരുമേനി പൂജയ്ക്ക് സമയമായി. തിരുമേനിയാ? നമുക്കും പോകണ്ടേ?